നമ്മൾക്കൊപ്പം ഒരു മൂന്നാമൻ കൂടിയുണ്ട്. ഇത്തവണത്തെ ഈ ജലോത്സവത്തെ നെഹ്റു ട്രോഫിയെ തൂക്കാൻ തയ്യാറായി നമ്മുടെ സ്ക്രീനിലേക്ക് എത്തിക്കുന്ന ആ മൂന്നാമൻ ഇനി തുഴഞ്ഞൊന്നാമതായി പോകാൻ പോവുകയാണ്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഷൈജു ദാമോദരൻ കൂടി നമ്മൾക്കൊപ്പം ഉണ്ട്. മനു നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തെ കൂടി ഞങ്ങളുടെ മൂവർ സംഘത്തിലേക്ക് അദ്ദേഹത്തെ കൂടി ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. യെസ് ഷൈജു, പ്ലീസ് നടുക്കാവട്ടെ. അപ്പോൾ അതെ, നടുഭാഗം ചുണ്ടനുണ്ട്. അതെ, അപ്പോൾ രാവിലെ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നും മനു സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് നമ്മൾക്കൊപ്പം ഇത്തവണ ഷൈജു ദാമോദരനുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ക്യാച്ച് വേർഡ്സ് ഉണ്ടല്ലോ, അത് രാവിലെ പറഞ്ഞുകൊണ്ടാണ് മനു തുടങ്ങിയത്. എങ്ങനെയുണ്ട് പുന്നമട, ഇത്തവണത്തെ പുന്നമട? ഇതിൻ്റെ ഒരു ആവേശം അതിലേക്ക് ഇങ്ങനെ മെല്ലെ കയറുകയാണോ? തീർച്ചയായിട്ടും. കാരണം ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ മഴ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള. കഴിഞ്ഞ സമീപ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ആലപ്പുഴയിൽ നല്ല മഴയായിരുന്നു. ഇന്നലെ വന്നപ്പോൾ നല്ല മഴയത്താണ് വന്നത്. ഞാൻ ഇന്നലെ നല്ല മഴയത്ത് തന്നെയാണ് വന്നത്. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ പ്രകൃതി ശുഭകരമായ കുറെ സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതെ, ഇപ്പം ശരത്തിന്റെ ഒപ്പവും വിരുന്നിന്റെ ഒപ്പവും നിൽക്കുമ്പോൾ തന്നെ നല്ല വെയിലടിച്ചു. പെട്ടെന്ന് ഇത് എനിക്ക് തോന്നുന്നു പ്രകൃതി തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഈ വെയിൽ വന്നും പോയിരിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായി മാറാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇനി മഴ പെയ്താലും ഇല്ലെങ്കിലും, ഇപ്പോൾ ശരത്ത് ഇപ്പം തന്നെ പറഞ്ഞതുപോലെ മഴ പെയ്താലും ഇല്ലെങ്കിലും വള്ളംകളിയുടെ ആവേശത്തെയും പുന്നമടയുടെ ആവേശത്തെയും മഴ ഒരു കാരണവശാലും ബാധിക്കും.